നമസ്കാരം. ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു ചോദ്യമുണ്ട്. രാഹു കേതുക്കളുടെ സ്വക്ഷേത്രത്തെക്കുറിച്ചൊക്കെ. ജ്യോതിഷികൾക്കിടയിൽ കാലങ്ങളായിട്ട് അഭിപ്രായ ഭിന്നതയുള്ള ഒരു കാര്യമാണത്. എങ്കിലും മീനം, കന്നി എന്നീ രാശികൾക്ക് കുറച്ച് പ്രാധാന്യം ഇല്ലാതില്ല. അതുകൊണ്ട് അവയെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. അതിൽ കന്നി രാശി രാഹുവിൻ്റെ സ്വക്ഷേത്രമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അത് കുറച്ച് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ചില സാധ്യതകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന സ്വഭാവ വൈവിധ്യങ്ങളും വൈകല്യങ്ങളും ഒക്കെ നമ്മൾക്ക് നോക്കാവുന്നതാണ്. എന്ന് വെച്ച് എല്ലാ കന്നി ലഗ്നക്കാരും മോശമാണ് എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ചില നക്ഷത്രക്കാർ കന്നി ലഗ്നമായിട്ട് വന്നാൽ ആ നക്ഷത്രത്തിന് പൊതുവായി പറഞ്ഞു വച്ചിരിക്കുന്ന ചില വികലതകൾ കൂടുതലായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കന്നിരാശി രാഹുവിൻ്റെ സ്വക്ഷേത്രമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ബുധൻ്റെ സ്വക്ഷേത്രമാണല്ലോ പൊതുവെ. എന്നാൽ രാഹുവിൻ്റെയും കൂടിയാണെന്നുള്ള അനുമാനത്തിലാണ് പലപ്പോഴും പറയുന്നത്. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായതിനാൽ അവയ്ക്ക് സ്വക്ഷേത്രങ്ങളെന്നും ഉച്ചക്ഷേത്രങ്ങളെന്നും നീചക്ഷേത്രങ്ങളെന്നും നിരൂപിക്കേണ്ടതില്ല എന്ന ഒരു വശം മറ്റൊന്നുണ്ട്. എങ്കിൽ പോലും ഈ ചോദ്യത്തിനുള്ള ഒരു ഇതുവരെയുള്ള കണ്ടെത്തലിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ രാഹുവിൻ്റെ സ്വക്ഷേത്രം എന്ന് കന്നി വയ്ക്കുമ്പോൾ കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്ക് വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഇതുവരെയുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്ന്, പഠനത്തിൽ നിന്ന്. അതിൽ ചന്ദ്രൻ്റെ നക്ഷത്രമായ തിരുവോണം, അത്തം എന്നീ നക്ഷത്രങ്ങൾ, രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണല്ലോ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ. അതിൽ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായ തിരുവോണത്തിനും അത്തത്തിനും ഒരു പ്രാധാന്യം ഈ കന്നി ലഗ്നവുമായിട്ട് വരുന്നുണ്ട്. അത് ദോഷകരമായ ഫലമാണ് ഞാൻ പറയുന്നത്. കന്നി ലഗ്നത്തിൽ ജനിക്കുകയും നക്ഷത്രം തിരുവോണമോ അത്തമോ ആയിട്ട് വരികയും ചെയ്തിരിക്കുന്നവർക്ക് പലവിധ പാളിച്ചകൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ, രാഹുവിനെ കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ദോഷഫലങ്ങളാണോ നമ്മൾ പറയേണ്ടത് അതെല്ലാം അവരുടെ ശരീരത്തിനും മനസ്സിനും ബാധിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ പൊതുവായി കാണുന്ന ഒരു ഫലം, ഇവർ ഒരുപാട് പഴി പറയുന്നവരായിട്ട് മാറും. മറ്റുള്ളവരെ പഴി പറയും. അത് ഞാൻ കന്നി ലഗ്നത്തിൽ ജനിച്ച തിരുവോണ നക്ഷത്രക്കാരിലും കന്നി ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്ന അത്ത നക്ഷത്രക്കാരിലും പൊതുവായി കാണുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വ്യാഴത്തിന് ബലം കൂടിയിട്ട് ആ ദോഷം കുറഞ്ഞിരിക്കുന്ന ചില വൃദ്ധരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അല്ലാത്തവരെല്ലാം തന്നെ ശക്തമായ പഴി പറയുന്നവരും, കൂടുതൽ മറ്റുള്ള പഴി പറയുകയെന്ന് വെച്ചാൽ ഒരു കാര്യവും വേണമെന്നില്ല. ചെറിയ കാര്യങ്ങൾ പോലും ഊഹിച്ച് പഴി പറയുക, ശത്രുക്കളാക്കുക, മറ്റുള്ളവർ ചെയ്യുന്ന പല പ്രവൃത്തികളെയും ദോഷകരമാണെന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നിട്ട് ദോഷാധിക്യം മറ്റുള്ളവരിൽ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ചിന്തിക്കുന്നതായിട്ട് പറഞ്ഞ് അതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടും പേർത്തും മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ അംഗീകാരവും സ്നേഹവും സ്വീകാര്യതയും നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, രാഹുകേതുക്കളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും വ്യവച്ഛേദിച്ച് പറയുന്നത്. അതിൽ രാഹുവിൻ്റെ ഉച്ചക്ഷേത്രമായിട്ട് പറയുന്നത് നമ്മൾ ഇടവം രാശിയാണ്. അപ്പോൾ ഇടവൻ രാശി ചന്ദ്രൻ്റെ ഉച്ചരാശിയും കൂടിയാണ്. എന്നാൽ ഇടവൻ രാശിക്കാർക്ക് രാഹുവിൻ്റെ സ്വഭാവം എങ്ങനെ ബാധകമാകുന്നു എന്നുണ്ട്. ഇടവം രാശിയിലെ നക്ഷത്രം കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യ പകുതിയാണ്. ഇത്രയുമാണ് ഇടവം രാശിയിലെ നക്ഷത്രങ്ങൾ. രാഹുവിൻ്റെ ഉച്ചക്ഷേത്രമായി ഇടവൻ രാശിയെ കാണുമ്പോൾ അവിടെ വരുന്ന ചില ഫലങ്ങൾ കൊണ്ടാണ് അത് സത്യമായിരിക്കും എന്നുള്ളതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നത്. അതാണ് ശരി എന്നുള്ളതിലേക്ക് വരുന്നത്. കാരണം അവിടെ ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാരെ നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫലം നമ്മൾ പരിഗണിക്കണമെന്നർത്ഥം. അവരുടെ ഫലം നമ്മൾ നോക്കാനെടുക്കുമ്പോൾ ഈ രാഹുവിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വികലമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ
വലിയ കുഴപ്പമാണ്. ആ ചന്ദ്രൻ്റെ രാശിയിൽ തന്നെ നിൽക്കുകയോ, ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമാണ് രോഹിണി നക്ഷത്രത്തിൽ നമ്മൾക്ക് ഫലം പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്ഷേത്ര ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നത് രോഹിണിക്കാണ്. അത് ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രവുമാണ്. ഇപ്പം ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിൽ തന്നെ ആ രാശിയിൽ, ഇടവം രാശിയിൽ ചന്ദ്രൻ ബലവാനായി നിന്നാൽ അതിനെ ഉച്ചക്ഷേത്ര ബലത്തോടു കൂടി നിൽക്കുന്നു എന്ന് പറയണം. രാഹുവിൻ്റെ ഉച്ചക്ഷേത്രമായിട്ടും ഇടവത്തെ കാണുന്നുണ്ട് എങ്കിൽ, അവിടേക്ക് രാഹു വന്ന് നിൽക്കുന്നു എങ്കിൽ കൂടുതൽ കുഴപ്പമായിട്ട് പറയണം. എന്ന് വെച്ചാൽ ചന്ദ്രരാഹു യോഗം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വന്നാൽ വളരെ വലിയ കുഴപ്പത്തിലേക്കായിരിക്കും അവരുടെ ഫലം പറയേണ്ടതായിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ അവർക്ക് മാത്രമല്ല, അതിനകത്ത് തന്നെ പല മറ്റ് നക്ഷത്രങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കുന്ന വളരെ രഹസ്യാത്മകമായി കുഴപ്പങ്ങൾ ചെയ്യുന്ന ആളുകളും, പുറമേ ഒറ്റും തന്നെ അറിയാതിരിക്കുന്നവരും, പുറമേ വലിയ സജ്ജന സംസർഗമൊക്കെ ഉണ്ടെന്നും സൽകീർത്തിയും സമാരാധ്യതയും ഒക്കെ നേടിയിരിക്കുന്ന പലരും ഇതേ യോഗമുള്ളവരാണ് എന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്. അതുപോലെ കള്ളം കാണിക്കാനുള്ള പ്രവണതയും അതിശക്തമായിട്ടുണ്ടാകും. അത് ഈ ചന്ദ്രൻ്റെ ഉച്ചരാശിയാകുന്ന ഇടവൻ രാശി തന്നെയാണ് രാഹുവിൻ്റെയും ഉച്ചരാശി എന്നുള്ള ഫലത്തിന് ഉപോദ്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രാഹുവിൻ്റെ സാന്നിധ്യം ഭൂരിപക്ഷം പേർക്കും ദോഷകരമാകുന്ന ഫലത്തിൻ്റെ അളവ് കൂട്ടുന്നതാണ്. ഇപ്പോൾ രാഹുവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾക്ക് രാഹുവിൻ്റെ ഉച്ചരാശി ഇടവം രാശി തന്നെയാണെന്ന് കൂടുതൽ ഊന്നി പറയാൻ സാധിക്കുന്നതാണ്. പിന്നെ കേതുവിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കേതുവിൻ്റെ ലഗ്നമായിട്ട്, കേതുവിൻ്റെ സ്വക്ഷേത്രമായിട്ട് പറയുന്നത് മീനം ലഗ്നത്തിനെയാണ് പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. മീനം രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. എന്നാൽ കേതുവിന് അവിടെ പ്രാധാന്യമുണ്ടെന്നും കേതുവിൻ്റെ ഉച്ചരാശി വൃശ്ചികം രാശിയായിട്ടും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേതു മീനം രാശിയുടെ ഫലത്തിൽ, എന്നുവെച്ചാൽ മീനം രാശി കേതുവിൻ്റെ സ്വക്ഷേത്രമായി വരുന്നതിൻ്റെ ഫലത്തിനെ ബലപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് മീനം ലഗ്നക്കാരുടെ ശരീരഘടന, ആഹാരശൈലി, ആഹാര ദഹന പ്രക്രിയ, അതിന് പിന്നെ 6ാം ഭാവം ആദ്യത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശി ആയതുകൊണ്ട് അത് കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ദോഷത്തിൻ്റെ ആഹാര ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് 6ാം ഭാവം ആദ്യത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്നതിനാൽ എന്നുള്ളതുകൊണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി മീനം ലഗ്നം കേതുവിൻ്റെ സ്വക്ഷേത്രമായതിനാൽ ഗുണഫലത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങൾക്ക് ബാഹ്യജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ രാഹു കേതുക്കൾ. എന്നാൽ കേതു ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. മീനം ലഗ്നത്തിൽ ജനിച്ച പൊതുവേ ആളുകൾ ആത്മീയതയിൽ ഉന്നതിയിലെത്തും. ആത്മീയത എന്ന് പറഞ്ഞാൽ നാമജപമോ ദേവാലയത്തിൽ പോകലോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അല്ലെങ്കിൽ മറ്റ് മതഗ്രന്ഥങ്ങൾ വായിക്കലോ ഒന്നുമല്ല. ആത്മീയത എന്ന് വെച്ചാൽ ബോധാതീതത്വത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ബോധാതീതം തന്നെയാണ് എന്ന് പറയണം. ആത്മീയതയുടെ പൂർണ്ണത ബോധാതീതമാണ്, അല്ലെങ്കിൽ അതിബോധമാണ്, അഥവാ സൂപ്പർ കോൺഷ്യസ്നെസ്സാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിലേക്കുള്ള വഴികളെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായ സമ്പൂർണത എന്നൊന്നും പറയാനൊക്കെയില്ല. എന്നാൽ മീനം ലഗ്നത്തിൽ ജനിച്ചവർ ആളുകൾ കേതുവിൻ്റെ ഈ വിശേഷസ്ഥിതി കുറേയേറെ ഉള്ളവരാണ്. ഏതൊരു വിഷയം കേട്ടാലും അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അതിനെന്തായിരിക്കും അതിൻ്റെ പിന്നിലെ സത്യം എന്ന് അദൃശ്യമായിരിക്കുന്നതിലേക്ക് പോകാൻ ഒരു മനസ്സ് ഉള്ളവരായിരിക്കും. അത് മിക്കവാറും ലോജിക്ക് ഉപയോഗിച്ച് മാത്രം ഉത്തരം കൊടുക്കേണ്ടി വരുന്ന വസ്തുതകളുമായിരിക്കും. വസ്തുനിഷ്ഠമായി പറയാനൊക്കാത്ത വിഷയങ്ങൾക്ക് അദൃശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഈസിയായി വ്യവച്ഛേദിച്ച് കാണിക്കാൻ ഒക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകുന്നത്, തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നത് ദാർശനിക വാസനയുള്ളവർക്കാണ്. അതിന് പിന്നെ പല അളവുകോലുണ്ട്, പലതരത്തിലുള്ള ഡിഗ്രി ഉണ്ട്. എന്നുവെച്ചാൽ ഡിഗ്രി എന്ന് വെച്ചാൽ ഇത്ര ശതമാനം അവർക്ക് ആ ഒരു വാസനയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉള്ളൊരു വാസന താരതമ്യേന മറ്റ് ലഗ്നങ്ങളിൽ ജനിച്ചവരെക്കാൾ കൂടുതലായിട്ട് മീനം ലഗ്നത്തിൽ ജനിച്ചവർക്കുണ്ട്. കേതു ശനിയെപ്പോലെ തന്നെ
സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാസന നമുക്ക് തരുന്നതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ കാരകത്വമുണ്ട്. എന്നാൽ അഗ്നിഭയം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് പൊതുവേ മീനം ലഗ്നക്കാരുടെ ശരീരത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് ബോൺ ഡെൻസിറ്റി വളരെ വേഗം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രസവശേഷം പൊതുവേ ബോൺ ഡെൻസിറ്റി കുറയുന്നതാണ്. എന്നാൽ മീനം ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അതിവേഗം അസ്ഥിബലം കുറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മീനം ലഗ്നത്തിൽ ജനിച്ച പുരുഷന്മാർക്കും ഈ പറയുന്ന ഫലം കുറേയേറെയുണ്ട്. അതിനവർക്ക് മൈക്രോ ന്യൂട്രിയൻസ് കഴിച്ചും അങ്ങനെയുള്ള എന്തിലെങ്കിലും കൂടെയൊക്കെ തന്നെ കുറുക്ക് വഴികളിൽ കൂടി തന്നെ ആരോഗ്യം നേടാനൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു സത്യമുണ്ട്. മീനം ലഗ്നത്തിലുള്ള പുരുഷന്മാരുടെ ഫലം മൊത്തം നോക്കുമ്പോൾ അവർക്ക് കുറുക്ക് വഴികളിൽ കൂടി ആരോഗ്യം വർദ്ധിപ്പിക്കാനേ ഒക്കൂ. നേരാവണ്ണമുള്ള ഭക്ഷണ വസ്തുക്കൾ, നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുക എന്ന് പറയുമ്പോഴിപ്പോൾ ഏതൊരു വസ്തുവും കഴിച്ചാൽ അതിന് പാല് കഴിച്ചാൽ അതിൻ്റേതായ സമീകൃത ആഹാരമായ പാല് ചെല്ലുമ്പോൾ അതിൽ നിന്ന് കിട്ടാവുന്ന വൈറ്റമിനുകളുണ്ട്, ജീവകങ്ങൾ, ധാതുലവണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓരോ വസ്തുക്കൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നെല്ലിക്ക, ഇങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴും കിട്ടാവുന്ന ആ മൈക്രോ ന്യൂട്രിയൻസ്, ആ ധാതുലവണങ്ങളും ജീവകങ്ങളും മീനം ലഗ്നക്കാർക്ക് നേരിട്ട് കഴിക്കുമ്പോൾ പരമാവധി കിട്ടാറില്ല എന്നൊരു വാസ്തവമുണ്ട്. അവർക്ക് അതിന് വേണ്ടുന്ന രസായനങ്ങൾ കഴിക്കുകയോ അതല്ല എങ്കിൽ ആധുനികമായിട്ടുള്ള ഗുളികകൾ ഒക്കെ കഴിച്ച് അതിൻ്റെ അരിഷ്ടങ്ങളും ഗുളികകളും ഒക്കെ ഇപ്പം മോഡേണായിട്ടുള്ള അത്യന്താധുനികമായതൊക്കെ കിട്ടും. അതെല്ലാം കഴിച്ചിട്ട് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുകൂടി നമുക്ക് പറയാം കേതുവിൻ്റെ സ്വാധീനം മീനം ലഗ്നത്തിന് അല്ല, മീനം ശരീരത്തിന്, മീനം ലഗ്നം ആയിരിക്കുന്നവർ മീനം ലഗ്നം ശരീരമാണ്, അങ്ങനെ ആയിരിക്കുന്നവർക്ക് വളരെയേറെ ഉണ്ട് എന്നുള്ളൊരു ഫലമുണ്ട്. മീനം ലഗ്നം, പിന്നെ വൃശ്ചികം ലഗ്നത്തിനെ എടുത്ത് നോക്കുമ്പോൾ, വൃശ്ചികം രാശി നോക്കുമ്പോൾ അത് കേതുവിൻ്റെ ഉച്ചരാശിയായിട്ടൊരു പ്രഖ്യാപനമുണ്ട്. അപ്പോൾ ഇത് ഛായാഗ്രഹങ്ങളാണ്. നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഛായാഗ്രഹങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ഓർത്തുകൊണ്ട് വേണം ജ്യോതിഷികൾ ഫലം പറയേണ്ടത്. ഛായാഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ സൂര്യഗ്രഹണം തന്നെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഫലം ഗ്രഹിച്ചിരിക്കുന്ന, ഗ്രഹണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ഇരുട്ടാണ്. ചന്ദ്രഗ്രഹണത്തിൻ്റെയും സൂര്യഗ്രഹണത്തിൻ്റെയും ഫലം വേലിയേറ്റം, വേലിയിറക്കം എന്നിവ ഉണ്ടാക്കുന്നത് അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യ മനസ്സിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ഗ്രഹണ സമയത്തെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കേതുരാഹുക്കളുടെയും സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത്. കേതു അതിൻ്റെ ഉച്ചരാശിയായിട്ട് നമ്മൾ വൃശ്ചികം രാശിയെ പറയുമ്പോൾ ആ വൃശ്ചികം രാശിയിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോഴൊക്കെ വൃശ്ചികം രാശിയിൽ ജനിച്ചിരിക്കുന്നവർ കേതുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. വൃശ്ചികം രാശിക്കാരൊക്കെയാണ്, മീനം രാശിക്കാരൊക്കെയാണ്, വൃശ്ചികം ലഗ്നക്കാരൊക്കെയാണ്, മീനം ലഗ്നക്കാരൊക്കെയാണ്, ഇതെല്ലാം ചിന്തിക്കണം. മീനം ലഗ്നം, വൃശ്ചികം ലഗ്നം, പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കണം. പിന്നെ മീനം ലഗ്നം, വൃശ്ചികം ലഗ്നം. അപ്പോൾ വൃശ്ചികം രാശിക്കാർ എന്ന് വെച്ചാൽ വൃശ്ചികക്കൂറുകാർ, മീനക്കൂറുകാർ, വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവർ, മീനം ലഗ്നത്തിൽ ജനിച്ചവർ, ഇവർക്ക് ഈ 4 കൂട്ടർക്കും കേതുവിൻ്റെ പല വിധത്തിലുള്ള നീക്കുപോക്കുകൾ ഗുണകരമായും ദോഷകരമായും ബാധിക്കാം. തീപ്പൊള്ളലേൽക്കുക, വൈദ്യുതാഘാതമേൽക്കുക, ഏതെങ്കിലും ശനിയുടെയോ കേതുവിൻ്റെയൊക്കെ ദശാപഹാരങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവിടെയൊക്കെ വെച്ചിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുക, വാഹനാപകടങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടി വരിക, ശസ്ത്രക്രിയാ സാധ്യതകൾ വരിക, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഫലങ്ങളെയും കാണേണ്ടതായിട്ട് വരും. എന്നാൽ ഇത്തരക്കാർ പലപ്പോഴും മാർഷ്യൽ ആർട്സിലൊക്കെ ശോഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയേറെ കരാട്ടെ, കളരി, യോഗ എന്നിവയിലെല്ലാം വളരെയേറെ ശോഭിക്കുന്നവരായി തീരാറുണ്ട്. മാത്രമല്ല അത്തരം കലകളിലൂടെ, ഇതെല്ലാം കായിക കലകളാണല്ലോ, ഈ കായിക കലകളിൽ കൂടി മാത്രമേ അവർക്ക് ആന്തരികവും ബാഹ്യവുമായ ശക്തി വിശേഷത്തെ വർദ്ധിപ്പിക്കാനൊക്കൂ. ശാരീരികവും മാനസികവുമായ ശക്തി വിശേഷത്തെ വളർത്തി ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നതിന് കായിക കലകൾ അവർ അഭ്യസിക്കേണ്ടതാണെന്നുള്ളൊരു ഫലവും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ഇങ്ങനെയുള്ളവർ ധ്യാനത്തിൻ്റെയൊക്കെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കേതുവിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർ, മീനക്കൂറുകാർ, വൃശ്ചികം ലഗ്നക്കാർ, മീനം ലഗ്നക്കാർ, വൃശ്ചികക്കൂറുകാരും വൃശ്ചിക ലഗ്നവുമായിട്ട് വന്നവരൊക്കെ ഇപ്പോൾ വളരെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. പലരും സമൂഹത്തിൽ ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളും ആണ്. അങ്ങനെയുള്ളവരുടെ ഫലത്തിലൊക്കെ നമ്മൾ കേതു ശനിയെപ്പോലെ തന്നെ മോക്ഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. മോക്ഷം എന്ന് വെച്ചാൽ മരണമടയലല്ല, വിദേഹമുക്തിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, സദ്യോമുക്തിയെക്കുറിച്ചാണ്. എല്ലാത്തിലും അതീതമായിരിക്കുന്നതിനെ ദർശിച്ചുകൊണ്ട് പോവുക. അവർക്ക് ദാർശനിക ബുദ്ധി വളരെ കൂടുതലായിരിക്കുക. ഏത് കാര്യത്തിൻ്റെയും 8 പടിക്ക് അപ്പുറം നീങ്ങാനുള്ള ശേഷിയുള്ളവരായിരിക്കുക. അപ്പോൾ ഒന്നും കണ്ടതുപോലെ നീങ്ങുന്നവരായിരിക്കണമെന്നില്ല. ഇവർക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസാന്നിധ്യം അത്യധികം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ ആന്തരികമായി മനസാന്നിധ്യം കൂടുതലുള്ളവരും ഒരു നീക്കത്തിൽ തന്നെ അനവധി കാര്യങ്ങൾ ശക്തമായി നിർവഹിച്ചു പോകുന്നവരും ആയിരിക്കും എന്നുള്ള ഒരു സത്യമുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത്രമാത്രം സാധ്യതകളുണ്ടോ എന്നൊരു സംശയം അവരെക്കുറിച്ച് തോന്നാനും ഇടയുണ്ട്. അങ്ങനെയുള്ളൊരു സത്യവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലൂടെ ഞാൻ വ്യക്തമാക്കിയത് കേതുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ നീചരാശികൾ ഉണ്ട്. അപ്പോൾ ഉച്ചരാശിയുടെ 7ാം രാശി നീചരാശിയായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ആണ് അതിൻ്റെ ഫലം പോകുന്നത്. കേതുവും രാഹുവും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. കേതുവിനെ നമുക്ക് കുറച്ചും കൂടി ഗുണകരമായി ദോഷത്തിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടത്. എന്നാൽ രാഹു അത്രയും കൂടി ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നിലാണ്. രാഹു ഉണ്ടാക്കുന്ന മാരകത്വങ്ങളാണ് ഭൂരിപക്ഷമുള്ളത്. കേതു പാർഷ്യലി എന്ന് വെച്ചാൽ ഭാഗികമായി ഗുണവും ഭാഗികമായി ദോഷവും ചെയ്യുന്നുവെങ്കിൽ രാഹു കൂടുതലും ദോഷമാണ്, ഗുണം കുറച്ച് മാത്രമാണ് ചെയ്തത്. രാഹു ചില ശുഭരാശികളിൽ നിൽക്കുമ്പോൾ പണം ധാരാളം ഉണ്ടാക്കുകയും എന്നാൽ ആ പണം സ്വയം അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതാക്കുകയും ചെയ്യും. 1000 ഏക്കർ പുഞ്ചയുണ്ട് എങ്കിലും 1 മണി നെല്ല് പോലും അവിടുത്തെ കഴിക്കാനൊക്കാത്ത വിധത്തിൽ രോഗമാണെങ്കിൽ പിന്നെ ആ പുഞ്ചയുള്ളതിൽ അർത്ഥമില്ല. അതുപോലെ ബാഹ്യമായിട്ട് എല്ലാം നിറയ്ക്കുകയും എന്നാൽ വ്യക്തിഗതമായി അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിട്ടാണ് രാഹുവിന്. അങ്ങനെ രാഹുകേതുക്കൾ മനുഷ്യരുടെ മനസ്സിലും ശരീരത്തിലും ജീവജാലങ്ങളിലും അന്തരീക്ഷത്തിലും എല്ലാം ഉണ്ടാക്കുന്ന, സസ്യജാലങ്ങളിലും എല്ലാം ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം തീർത്താൽ തീരാവുന്നതല്ല. മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഗുണദോഷ ഫലങ്ങൾ നമ്മൾ വ്യവച്ഛേദിച്ച് പറയുമ്പോഴും രാഹുകേതുക്കളുടെ സ്വാധീനത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ ജ്യോതിഷിക്ക് ഏറ്റവും സൂക്ഷ്മമായി ആ ഫലത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തെങ്കിലും കൊണ്ടുപോയി നിർത്താൻ കഴിയുകയുള്ളൂ.